തെരഞ്ഞെടുപ്പിലെ അവരുടെ നിലപാട് തന്നെ നോക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ CPI-യും SDPI ബന്ധം വലിയ കുറ്റമായി ആരോപിക്കുന്നുണ്ട്. അപ്പോൾ UDF-നും കോൺഗ്രസിന് ബോധ്യമുണ്ട് SDPI വർഗീയ കക്ഷിയാണെന്ന്. അതുകൊണ്ടാണല്ലോ അതിനെ ഒരു ആരോപണമായി ഉന്നയിക്കുന്നത്. മഞ്ചേശ്വരത്ത് എന്താണ് സംഭവിക്കുന്നത്? അതേ SDPI-യുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പിന്തുണ തരണമെന്നല്ലേ UDF പറയുന്നത്. അപ്പോൾ പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കളാണെന്ന് പറഞ്ഞു. പിന്നെ പിന്തുണ ചോദിച്ചു. അതിൽ അണ്ടർസ്റ്റുഡ് അല്ലേ? പിൻവലിക്കാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. KM അഷ്റഫ് എന്ന് പറയുന്നതായിരുന്നു അവിടുത്തെ നിർത്തിയ സ്ഥാനാർത്ഥി. KM അഷ്റഫ് അവിടുത്തെ SDPI-യുടെ 8 പഞ്ചായത്ത് വലിയ സ്വാധീനമുള്ള അവിടുത്തെ ജില്ലാ നേതാവാണ്, ജില്ലാ കൗൺസിൽ അംഗമാണ്. ജില്ലാ കൗൺസിൽ പദവി ഒഴിഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ. KM അഷ്റഫ് നമ്മുടെ ഗോകുൽ വേണുഗോപാലോട് പറയുന്നു, ഞങ്ങൾ ഇത്തവണ പിന്തുണയ്ക്ക് LDF-നെയാണ്. ആർക്കാ ഗുണം അവിടെ? ഈ തെരഞ്ഞെടുപ്പിൽ ആർക്കാ ഗുണം? മുസ്ലിം ലീഗിന്റെ നേതാക്കളടക്കം വിളിച്ച് ആവശ്യപ്പെട്ടിട്ടാണ് പിൻവാങ്ങിയത് എന്നും പിൻവാങ്ങലിൽ ഗുണം ആർക്കാണ്? അല്ല, അത് അവരല്ലേ പറയേണ്ടത്. അവർ ആർക്ക് വോട്ട് ചെയ്യുന്നത്? അല്ല, LDF-ന് ഗുണം കിട്ടാനാണോ അപ്പോൾ ആവശ്യപ്പെട്ടത്? അല്ലല്ല, ഞാൻ ഒറ്റ പോയിന്റ് പറയുന്നുള്ളൂ ഹാഷ്മി. അതായത് LDF-നെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ടാണോ മുസ്ലിം ലീഗ് ഇവരുടെ സ്ഥാനാർത്ഥി പിൻവലിക്കാൻ, അതായത് SDPI-യോട് വിളിച്ച് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി പിൻവലിക്കാൻ ആവശ്യപ്പെട്ടത് എന്നുള്ളത് മാത്രമാണ് എന്റെ ചോദ്യം. KM അഷ്റഫ് പിന്തുണ പ്രഖ്യാപിച്ച LDF-നാണ്. അവിടെ SDPI വോട്ട് കിട്ടാൻ പോകുന്ന LDF-നാണ്. അതിന്റെ ഗുണം LDF-നാണ്. SDPI-യുടെ പിന്തുണയാണ്. SDPI-യുടെ പിന്തുണ ഞാൻ KM അഷ്റഫ് അല്ല, KM അഷ്റഫ് എന്ന് പറഞ്ഞ SDPI-യുടെ നേതാവാണ്. അദ്ദേഹം നമ്മുടെ ഗോകുലിനോട് പറഞ്ഞാണ് ഞങ്ങൾ അതായത് SDPI സ്ഥാനാർത്ഥി പിൻവലിക്കുമ്പോൾ പറഞ്ഞു ലീഗ് നേതൃത്വം ഇടപെട്ട് ആവശ്യപ്പെട്ടിരുന്നു, കാരണം മതേതര വോട്ടുകൾ ചിതറിപ്പോകരുത് എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നു. അപ്പോൾ SDPI-യുടെ നേതാവ് പറഞ്ഞത് ഞങ്ങളുടെ മതേതര വോട്ടുകളാണെന്ന് അറ്റ്ലീസ്റ്റ് ലീഗ് സമ്മതിച്ചല്ലോ എന്നാണ്. അതിന്റെ പിന്നാലെയാണ് കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഇടപെട്ടിട്ടാണ് ഇത്. അല്ല, ഞാൻ പറഞ്ഞത് അതിനകത്ത് ഇപ്പൊ നമ്മൾ വലിയ ആവശ്യമില്ല, കാരണം SDPI തന്നെ വ്യക്തമാക്കുന്നത് ആരാണോ ജയസാധ്യത അവർക്ക് അനുകൂലമായി. അവിടെ അങ്ങനല്ല ഗോപിച്ചേട്ടാ, അവിടെ ഞാൻ പറയട്ടെ, അവിടെ ഇപ്പം അവിടുത്തെ വോട്ട് സ്പ്ലിറ്റ് ആയപ്പോൾ ജയിക്കാൻ പോകുന്നത് K. സുരേന്ദ്രനാണ്. അതെ, അപ്പൊ അവിടെ K. സുരേന്ദ്രൻ ജയിച്ചാലും ഞങ്ങളുടെ പിന്തുണ LDF-നാണ് എന്നുള്ളതാണ് അവിടുത്തെ SDPI അവിടുത്തെ പ്രാദേശിക ജില്ലാ നേതൃത്വം പറയുന്നത്. എന്നാണ് അവിടുത്തെ പ്രാദേശിക ജില്ലാ നേതൃത്വം പറയുന്നത്. അതിലപ്പുറം ക്ലാരിഫിക്കേഷൻ വേണോ എന്ന് പറഞ്ഞാൽ ഇത് അസംഷൻസോ അഭ്യൂഹമല്ല. നമ്മുടെ ഗോകുൽ K. വേണുഗോപാലിനോട് അവിടുത്തെ പ്രധാനപ്പെട്ട SDPI നേതാവ് പറഞ്ഞത് അവിടെ ഞങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്ന LDF-നാണെന്നുള്ളതാണ്. ആർക്കാ ഗുണം? LDF-നല്ലേ? ഇന്നലെ SDPI-യുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രതികരണം നമ്മളോട് തന്നെ ഉണ്ടായിരുന്നു. അവിടെ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥി പിൻവലിച്ചത് മുസ്ലിം ലീഗിന് വേണ്ടിയിട്ടാണെന്നും അവരോട് തന്നെയാണ് അവിടെ പിന്തുണ എന്നുള്ളതും ബാക്കി CPI-യുമായി ഒരു ഡീലും മുസ്ലിം ലീഗിന് പിന്തുണ ആര് പറഞ്ഞു? പറഞ്ഞു മുസ്ലിം പിന്തുണ പറഞ്ഞോ? മുസ്ലിം ലീഗിന് എന്നുള്ള നിലയിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. UDF-ന് പിന്തുണ പറഞ്ഞോ? ലീഗ് പറഞ്ഞിട്ടാണ് സ്ഥാനാർത്ഥി പിൻവലിച്ചതെന്നുള്ളതും ബാക്കി സംസ്ഥാന തലത്തിൽ എന്താണ് SDPI-യുടെ സംസ്ഥാന നേതൃത്വം UDF-ന് പിന്തുണയെന്ന് എവിടെയും ഒരിടത്തും പറഞ്ഞിട്ടില്ല.